ഹലോ ഹലോ സാർ. ഞാൻ ഉണ്ണികൃഷ്ണൻ നേരത്തെ വിളിച്ച് ജോണാണ്. ഇരിക്കൂ സാർ. ഈ ലുക്കൊന്നും കണ്ട് പേടിക്കണ്ട. ലുക്കിലല്ലോ വർക്കിലല്ലോ കാര്യം. സാറിന്റെ കേസ് എന്തായിരുന്നു? താൻ ഈ പുതുപ്പള്ളി ഫിനാൻസ് കേട്ടുണ്ടോ? അതെന്റെ പപ്പയുടെയാണ്. ഓ 5 വർഷം മുമ്പ് മമ്മി മരിച്ചുപോയി. ഇപ്പം പപ്പയ്ക്ക് വേറെ ഭാര്യയും അവരുടെ ആൺചെറുക്കനുണ്ട് പറഞ്ഞത്. മാത്രമല്ല സ്വത്തിന്റെ ഏകദേശം ഒരു 50% ആ ചെറുക്കന് കൊടുക്കും. അത് ഇല്ലീഗലായിട്ടാണ് ഇത് ചെയ്യുന്നതല്ല. ആ ഫിനാൻസ് വെച്ച് ചെറുക്കന് ശരിക്കും പൈസയും കൊടുത്ത് സഹായിക്കുന്നുണ്ട്. താൻ ഇതിനെല്ലാം ഒരു തെളിവ് എനിക്ക് ഉണ്ടാക്കി തരണം. എനിക്ക് കോടതിയിൽ വാദിച്ച് ജയിക്കാൻ വേണ്ടിയാണ്. അതിനാണ് ഞാനിപ്പോ ഇവിടെ വന്നത്. സാർ വിഷമിക്കാതെ നമുക്ക് തെളിവുണ്ടാക്കിയാൽ പോരെ. അതിലല്ലോ സാറേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഒരാളെ വിളിച്ചു നോക്കട്ടെ. ഹലോ, സതീഷ് സാറല്ലയോ? സാറ് ഒരു ഹെൽപ്പോടെ വേണമായിരുന്നേ. മറ്റേ പുതുപ്പള്ളി ഫിനാൻസിലെ മറ്റേ മത്തായിച്ചനെയും ഫാമിലി അറിയാവോ? അതിന്റെ കേസിന്റെ ഒരു കാര്യത്തിനായിരുന്നു. സാറിന്റെ ഒരു ഹെൽപ്പോടെ നമുക്ക് വേണമായിരുന്നു. ഓ സാർ, ഞാൻ നേരിട്ടൊന്ന് സാറിനെ ഒന്ന് കാണാം കേട്ടോ. ശരി ശരി. സാറിനോട് എല്ലാ തെളിവും ഞാൻ ഒപ്പിച്ചു തരാം. പക്ഷെ എന്റെ ഫീസ് എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപയാണ്. എടോ, 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ തരാം. താൻ ആ തെളിവൊന്ന് ഒപ്പിച്ച. ആ തെളിവ് എനിക്ക് കിട്ടിയ കോടതി ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ കോടികളാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ആ തെളിവ് കിട്ടിക്കഴിയുമ്പോൾ താൻ എന്നെ വിളിക്കുക. അപ്പം പോടാം. സാറിനറിയാലോ ഇത് ഫിനാൻഷ്യൽ ബാക്കിന്റെ ഷട്ടറാ. അപ്പം സാർ ഇതുവഴി അതിനകത്ത് കയറിയിട്ട് കിട്ടാവുന്നതിന് അത്രയും മാക്സിമം തെളിവായിട്ടേ വരാവും. എന്തൊരവസ്ഥയാണോ എന്റെ? സാറിന്റെ പപ്പ അവൻ പൈസ കൊടുക്കുന്നതോ അല്ലെ ഇങ്ങനത്തുള്ള ഇതിന്റെ രേഖ എന്തെങ്കിലും ഒപ്പിച്ചുകൊണ്ട് സാർ അതിനകത്ത് ഇറങ്ങി വരാം. മാക്സിമം സാർ ഇറങ്ങി വരാം. എനിക്കാണ് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. അങ്ങനെ കയറിയാൽ തന്നെ എന്നെ ആരെങ്കിലും പിടിക്കും. സാറിനാകുമ്പോൾ അതൊരു വിഷയമില്ല. സാറപ്പം ഇതുവഴി ഞാൻ കയറിയാൽ മതി. സ്വന്തം സ്ഥാപനത്തിൽ കള്ളനായിട്ട് കയറും. എന്ത് ചെയ്യാനാ സാറേ? അവസ്ഥ ഇതായി പോയില്ലോ സാറേ. ആർക്കും ഒരു ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ കേസിന്റെ എന്തോ ഇടാ സാറേ, പുള്ളിയെ ഞാൻ ബാക്ക് ഡോർ ഇട്ടിട്ട് ഫിനാൻസിനകത്തോട് കയറ്റിട്ടുണ്ട്. ഏത് വഴിയായിരുന്നു? അപ്പുറത്തൂടെ. സാറ് ഇത് സാമിയാണ്. ആടാ, ശബന ഡ്യൂട്ടി ആയിരുന്നു. ഈ വന്ന വഴിയാ. എടാ, ഈ രീതി സംസാരിക്കുന്നല്ലോ മത്താച്ചന് മോൻ അല്ലയോ? അതെ, രണ്ടാമത്തെ ബന്ധത്തിലുള്ള മോൻ. രണ്ടാമത്തെ ബന്ധത്തിലുണ്ടായ മോനല്ല, ആദ്യത്തെ കല്യാണത്തിലുണ്ടായ മോൻ. അപ്പൊ ഞാൻ ആരെ ഫിനാൻസിനകത്തോട് കയറ്റി വിട്ടേ? പിന്നെ നീ ആരാടാ കയറ്റി വിട്ടെ? ഇവനെ തന്നെ. ഇവനാണോ? ഇവൻ തോരപ്പം കണ്ണൻ പരവണേ. ഇവനെ കണ്ടു കിട്ടാൻ പോലും ഇല്ല. സാറേ ഒന്ന് ഓടി വരണേ സാറേ. ഇവിടെയുള്ള സ്വർണ്ണം